കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർധനവിൽ ആശങ്ക. സാധാരണ മാർച്ച് മാസത്തിലോ ഒക്ടോബറിലോ ആയി ജീവനക്കാരുടെ ശമ്പളം വർഷത്തിൽ 2 തവണ വർദ്ധിപ്പിക്കാറുണ്ട്. എന്നാൽ കേന്ദ്രം ഏപ്രിൽ മാസമായിട്ടും ഇതുവരെ DA വർധനവ് പ്രഖ്യാപിച്ചിട്ടില്ല. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇങ്ങനെ എല്ലാ മാസങ്ങളും പെട്ടെന്ന് കടന്നുപോയി. ഏപ്രിൽ മാസം പകുതിയാകാറായി. ഇതുവരെ DA വർധനവ് കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. അതെ, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർഷത്തിൽ 2 തവണയാണ് വർദ്ധിപ്പിക്കാറുള്ളത്. വിപണി വില സൂചിക പരിശോധിച്ചാണ് ഇക്കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനത്തിലേക്കും എത്തുന്നത്. സാധാരണ ഹോളിക്കും ദീപാവലിക്കുമാണ് സർക്കാർ പ്രഖ്യാപനം നടത്തുന്നത്. എന്നാൽ ഏപ്രിൽ പകുതിയായിട്ടും പ്രഖ്യാപനം എത്തിയില്ല. ഇത് സർക്കാർ ജീവനക്കാർക്കിടയിൽ വലിയ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശമ്പള വർധനവ് ജനുവരിയിലും ജൂലൈയിലുമാണ് നടപ്പാക്കേണ്ടത്. ജനുവരിയിലെ DA വർധനവിന്റെ പ്രഖ്യാപനം വരുമ്പോഴേക്കും മാർച്ച് മാസം ആകാറുണ്ട്. എന്നാൽ ഇത്തവണ മാർച്ചിലും DA വർധനവ് രേഖപ്പെടുത്തിയില്ല. ഇതിൽ ആശങ്ക വേണ്ട എന്നാണ് ധനകാര്യ വിദഗ്ധർ പറയുന്നത്. കാരണം അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് പ്രത്യേക പ്രസ്താവന നടത്താനും സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നു. എന്തായാലും പ്രഖ്യാപനം വൈകുന്തോറും ആശങ്കകൾ വർദ്ധിക്കുകയാണ്. ഇനി എപ്പോൾ ഇത് പ്രഖ്യാപിച്ചാലും ജനുവരി മുതലുള്ള വർദ്ധിപ്പിച്ച തുക ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രഖ്യാപനം വൈകുന്നതിൽ ആശങ്ക വേണ്ട എന്നാണ് കണക്കുകൂട്ടൽ. ഓരോ 10 വർഷം കൂടുമ്പോഴും പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിച്ച് ശമ്പള പരിഷ്കരണം കേന്ദ്ര സർക്കാർ നടപ്പാക്കാറുണ്ട്. ഇതിനുശേഷം പ്രതിവർഷം 2 തവണയാണ് DA വർദ്ധിപ്പിക്കുക. 7ാം ശമ്പള കമ്മീഷൻ 2016 മുതലായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അവരുടെ കാലാവധി ഡിസംബറിലാണ് തീർന്നത്. പിന്നീട് 8ാം ശമ്പള കമ്മീഷൻ പഠനം തുടരുകയാണ്. ഇവരുടെ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമാണ് പുതിയ ശമ്പള പരിഷ്കരണം നടപ്പാകൂ. അതുവരെ DA വർധനവ് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. DA 2016-ൽ 2% ഓരോ 6 മാസത്തിലും വർദ്ധിപ്പിച്ചാണ് ഇത് 58% എത്തിയത്. പുതിയ ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ടിന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ DA 0 മാറും. പിന്നീട് ഓരോ 6 മാസം തോറും വിപണി സാഹചര്യം പരിശോധിച്ച് വർധനവ് നടപ്പാക്കും. കേന്ദ്ര സർക്കാർ DA വർദ്ധിപ്പിക്കുന്നത് 12 മാസത്തെ ഏകദേശ ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കിയാണ്. ഫയൽ അംഗീകാരം, ധനകാര്യ പരിശോധന, മന്ത്രിസഭയുടെ അംഗീകാരം എന്നീ നടപടികൾ പൂർത്തിയാക്കുമ്പോഴാണ് ഈ പ്രഖ്യാപനം വരിക. എന്തായാലും നിലവിലുള്ള സംവിധാനത്തിൽ യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിൽ DA 58%. ഇതിൽ 2% വർധനവാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.